Get ready with me for a solo date. ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ നമ്മളെ തന്നെ സ്നേഹിക്കണം. വല്ലപ്പോഴും നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യണം ടൈം. നമുക്ക് വേണ്ടി എന്തെങ്കിലും എഫേർട്ട് ഇട്ട് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം നമ്മൾ പുറത്തൊക്കെ പോയി നമ്മളെ തന്നെ ഒന്ന് സന്തോഷിപ്പിച്ച് ചില്ലായി കൂൾ മൂഡായിട്ടിരിക്കണം. അങ്ങനത്തെ ഒരു ദിവസമാണ് ഇന്നെൻ്റെ. എല്ലാ ദിവസവും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ഇങ്ങനെ ജീവിക്കാതെ ഇടയ്ക്കൊക്കെ നമുക്ക് വേണ്ടിയും എന്തെങ്കിലുമൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാൻ നമുക്ക് മാക്സിമം ശ്രമിക്കാം. അങ്ങനെ എനിക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുന്ന ആളല്ലായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ പുറത്ത് പോവുക, എനിക്ക് വേണ്ടി ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക, അങ്ങനെയൊന്നും ഉണ്ടായിരുന്ന ആളല്ല. പക്ഷേ ഇപ്പോൾ കുറച്ച് കാലം കൊണ്ട് ഞാൻ എനിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പുറത്ത് പോവുക, എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുക, കഴിക്കുക, സ്ഥലങ്ങളൊക്കെ കാണാൻ പോവുക, അങ്ങനെ എനിക്ക് വേണ്ടി കുറച്ച് ടൈം ഞാൻ സ്പെൻഡ് ചെയ്യാറുണ്ട്. പക്ഷേ ഞാൻ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും ഞാൻ പുറത്ത് പോവുക. അപ്പോൾ ഞാൻ എൻ്റെ ഫേവറേറ്റ് ടൈമായിട്ട് എടുക്കാറുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് പോകുമ്പോൾ മാത്രമേ അങ്ങനെ ഫേവറേറ്റ് ആവാറുള്ളൂ. കൂടെ ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഫേവറേറ്റ് ടൈമായി മാറുന്നത്? നമ്മൾ ഒറ്റയ്ക്ക് നമ്മളെ തന്നെ സ്നേഹിക്കുന്ന കുറച്ച് ടൈം, നമ്മളെ സന്തോഷത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരുടെ കൂടെ പോവുകയാണെങ്കിൽ നമുക്ക് വളരെ സന്തോഷമായിരിക്കും അല്ലേ? നമുക്ക് വേണ്ടി ആരും ഒന്നും തന്നെ ചെയ്തു തരില്ല. നമ്മുടെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ തന്നെ പരിശ്രമിച്ച് നമ്മൾ തന്നെ സന്തോഷിപ്പിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. മറ്റൊരാൾ നമ്മളെ സന്തോഷിപ്പിക്കുമെന്ന് നോക്കിയിരുന്നിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ ആ പ്രശ്നങ്ങളൊക്കെ പ്രശ്നമാണെന്ന് കരുതി ആലോചിച്ച് ടെൻഷൻ അടിക്കാതെ അതിനെ ഓവർകം ചെയ്ത് മുന്നോട്ട് പോവുക. ഓവർകം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും അതിനെ കുറച്ച് നേരത്തേക്ക് മറന്നിട്ട് മുന്നോട്ട് ജീവിക്കുക, അല്ലെങ്കിൽ ഒരു ദിവസത്തേക്ക് മുന്നോട്ട് പോവുക. കുറച്ച് കാലം മുമ്പ് വരെ ഞാൻ മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. പക്ഷേ ഇപ്പം അങ്ങനെ ഒന്നും തന്നെയില്ല. മറ്റുള്ളവരിപ്പോൾ എന്ത് വിചാരിച്ചാലും എനിക്ക് ഒരു കുഴപ്പമില്ല. കാര്യം ഞാൻ നല്ലത് ചെയ്താലും മോശം ചെയ്താലും മറ്റുള്ളവർ കുറ്റം മാത്രമേ പറയൂ. അപ്പോൾ പിന്നെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നടന്നാൽ പോരെ. നമുക്ക് ഇഷ്ടമുള്ള പോലെ ഒരുങ്ങുക, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുക, ഇഷ്ടമുള്ളത് പോവുക. മറ്റുള്ളവരെ അതിലെല്ലാം കുറ്റം പറയും. അത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നല്ലത് ചെയ്യാലും കുറ്റമായിരിക്കും, മോശം ചെയ്താലും കുറ്റമായിരിക്കും. അതിന് നല്ലത് നമുക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കുന്നതല്ലേ. അപ്പം എന്നെ സന്തോഷിപ്പിക്കാനായിട്ട് ഞാൻ പോവുകയാണ് ഗൈസ്. ഓക്കെ, ബൈ.